സെറ്റ്. ആ വെൽക്കം. നമ്മുടെ ടീമൊക്കെ ജയിച്ചു. അതൊന്നും അറിഞ്ഞു. ഏതോ ഒരു കളിയാ, ഒരു കളി ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആദ്യ കളി തോക്കുന്നത് വെറും തന്ത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു അല്ല. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാ, ഈ ടീം അടിപൊളി ടീമാ. കാരണം എന്താ, അഭിഷേകം പോയപ്പോ കഴിഞ്ഞു നിങ്ങളെ കത്തിയില്ല. ആ ക്ലാസ് കഴിഞ്ഞു കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു. അതൊന്നല്ല, ഒരു കാര്യം പറയാണ്ട്. ഇന്ന് ലക്നൌവിന്റെ കളി, ആ ലക്നൌവിനെ തോപ്പിച്ച് ഞങ്ങളെ ഓങ്കാരം ഇടും. ലക്നൌവിന്റെ കളി അവിടെ ഇരിക്കും. പക്ഷെ ഹൈദരാബാദ് അല്ല കളിക്കണ, അത് നീ പറഞ്ഞില്ലല്ലോ. നിന്റെ ടീം ലക്നൌവിനെ തോപ്പിക്കുന്ന ജയിക്കും കണ്ട. അല്ല, എന്തായാലും ഒരു കാര്യം പറയാം, ഹൈദരാബാദ് എന്റെ ഞാനായുള്ള പറഞ്ഞ നാള് ഡൽഹിനെ ലക്നൗ തോപ്പിക്കുന്നു. എന്നിട്ട് എന്ത് തോക്കാഞ്ഞേ? അത് ഞാൻ അന്ന് പറഞ്ഞിണ്ടായി, അതൊരു വെറും പ്രവചനായിരുന്നു. ആ ലക്നൗ പ്രവചിക്കണതാ. ഇന്ന് ലക്നൗ ജയിക്കും. ലക്നൗ അന്നത്തെ കളി കണ്ടപ്പോൾ എനിക്ക് പിടികിട്ടി അവരെ കൂതറ ടീമാണ്. പിന്നെ ഹൈദരാബാദ് ജയിച്ച് എല്ലാരും തോപ്പിച്ച് ഫസ്റ്റ് അടിച്ച് കപ്പ് എടുത്തിട്ട് പോകും. അവരുടെ ചിഹ്നം ആനാടും പോരാണ്ട് അതിന്റെ പിന്നെ ചിറകുണ്ടെന്ന് വെച്ചാ അവര് തോറ്റിരിക്കും. അവര് എന്ന് ജയിച്ചിരിക്കും. പിന്നെ അവരുടെ ടീമിൽ ഋഷഭ് പന്ത് ഉണ്ട്, ഏരമാക്കറുണ്ട്, അങ്ങനെ നിധിയുണ്ട് അവരെ. ആ ഞങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഓപ്പണിങ് അഭിഷേക് ഉണ്ട്, ഹെഡ് ഉണ്ട്, അതും ട്രാവിസ് ഹെഡാട്ടാ. അതാണ് അല്ലാണ്ട് മറ്റേ നിങ്ങളുടെ മറ്റേ CSK തല എന്ന് പറഞ്ഞ ആ ഹെഡല്ല അത്. ഇരിക്കട്ടെ. ഈ കളിയാണ് ഞാൻ പറഞ്ഞത്. ഈ കളി ഇതിന് വേറെ എന്റെ അടുത്ത് ഈ കളിയുടെ അടുത്ത് എടുത്തിട്ടുണ്ടാട്ടാ. എന്തായാലും ഒരു കാര്യം പറയാം, ഇന്നത്തെ കളി ഞങ്ങൾ ജയിച്ചിരിക്കും. ഇന്ന് ഞായറാഴ്ച ആച്ചാ, ഇന്ന് ലക്നൗ ജയിച്ചിരിക്കും. 3:30 തന്നെ. 3:30 തന്നെ ജയിക്കും. 3:30 കളി തുടങ്ങുള്ളൂ. അത് കളി തെറ്റിയത് അവളെ ഇന്ന് ജയിച്ചിരിക്കും. 2-3 വീഡിയോക്ക് മുന്നേ ചാനൽ എന്നോട് എന്നിട്ട് പറഞ്ഞ ഹൈദരാബാദിന്റെ ഒപ്പമാണ് നിന്നെ, എന്നിട്ട് ബാംഗ്ലൂരിന്റെ ഒപ്പം തോറ്റപ്പോ സങ്കടമായിരുന്നു. ഇപ്പൊ എന്തേ ആള് മാറി? അത് ചക്ക, അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ. അതിപ്പോ ഞാൻ നിന്റെ മാതിരി പറഞ്ഞ പ്രവചിച്ചത്. അത് ഈ ടീം പ്രവചിച്ചത്. ഇത് പ്രവചനല്ല, ഇത് ഹൈദരാബാദ് കപ്പ് എടുക്കാൻ പോണ കളിയാ. എന്ന് വെച്ചാൽ നാളെ ഉള്ളത് നാളെ ഉദ്ദേശിച്ചത് ഇന്ന് എടുക്കുന്നത് കപ്പ് എടുക്കണ കളി എന്നല്ല പറഞ്ഞ. നാളെ എന്ന് വെച്ചാൽ നാളെ ഉദ്ദേശിക്കുന്നത് നാളെ ബാംഗ്ലൂരിന്റെ ഒപ്പം തോറ്റില്ല. ആ കോഹ്ലി മാത്രമല്ല കളിക്കണത്. ടീമിന്റെ ബാംഗ്ലൂരിനെ ഞങ്ങൾ ജയിപ്പിച്ചു കിട്ടുന്നില്ല. ഇനിയുണ്ട് ബാംഗ്ലൂരിന്റെ ഒപ്പം. നിങ്ങൾ ജയിക്കും. ജയിക്കും.